പുള്ളിക്ക് എന്നെ സഹോദരിയായിട്ടേ കാണാൻ പറ്റുള്ളൂ, വൈഫായിട്ട് കാണാൻ പറ്റില്ല, കാമുകിയായിട്ടും കാണാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. മെസ്സേജ് ഇട്ടേക്കാട്ടോ, ഞാൻ ലേറ്റ് ആവും. ഷിയാസിനെ വിളിക്കാറുണ്ടോ? അപ്പോൾ കമ്പനി ഉണ്ടോ? എന്താ ഷിയാസിനെ വിളിച്ചാല്? ഷിയാസിനെ വിളിക്കാറുണ്ട്. എന്താ അങ്ങനെ ചോദിച്ചേ? പിന്നെ സംസാരിക്കാൻ എന്താ? നമുക്ക് നമ്മുടെ വീട്ടില് ഇപ്പം എനിക്കൊരു പ്രശ്നം വന്നു, എൻ്റെ അമ്മേനെ ഉപേക്ഷിക്കുമോ? നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്കൊരു പ്രശ്നം വന്നു, നിങ്ങളുടെ അമ്മയും അച്ഛനെ ഉപേക്ഷിക്കുമോ? നിങ്ങളുടെ സഹോദരന് പ്രശ്നം വന്നു, അതെന്തായിക്കോട്ടെ, അത് എനിക്കറിയത്തില്ല കാര്യത്തിനെ പറ്റി. ഞാൻ പറയുന്നത് ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മൾ അവരെ ഉപേക്ഷിക്കുമോ ഞാൻ ചോദിക്കുന്നത്. ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ബ്രദർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾ അവർ ഉപേക്ഷിക്കുന്നവരും ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നത് എൻ്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ആരും ഉപേക്ഷിക്കും. എന്ത് പ്രശ്നം ഒരാൾക്ക് പറ്റിയാലും ഞാൻ അവരെ ഉപേക്ഷിക്കത്തില്ല. കൂടെ ചേർത്ത് തെറ്റ് ചെയ്ത ആ തെറ്റിനെ ഞാൻ തിരുത്താനേ ഞാൻ ശ്രമിക്കുള്ളൂ. എല്ലാ മനുഷ്യർക്കും തെറ്റുകൾ പറ്റാറുണ്ടല്ലോ, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് തെറ്റ് പറ്റാറില്ലേ? ഞാനെപ്പറ്റി ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അത് ഞാനുമായിട്ടുള്ള കാര്യമല്ലല്ലോ, എനിക്കത് അറിയേണ്ട ആവശ്യമില്ല. സംസാരിച്ചിട്ടില്ല. എനിക്കത് അറിയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഒരു ഷിയാസിനെ എനിക്കറിയാം, അത്രേ ഉള്ളൂ. എൻ്റെ അടുത്ത് എങ്ങനെയാണോ ഒരു വ്യക്തി നിൽക്കുന്നത് അതുപോലെ ഞാനും നിൽക്കത്തുള്ളൂ. മറ്റുള്ളവരടുത്ത് എങ്ങനെയാണോ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അച്ഛന് അല്ലെങ്കിൽ പോട്ടെ, ഒരു ബ്രദറിന് അവരുടെ സഹോദരിയെ ഭാര്യയായിട്ട് കാണാൻ പറ്റുമോ? സഹോദരിയായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ, അല്ല അമ്മയായിട്ട് കാണാൻ പറ്റുമോ സഹോദരിയെ? അല്ല ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഷിയാസിനെ എന്നെ സഹോദരിയായിട്ടേ കാണാൻ പറ്റുള്ളൂ. കുറേ പേര് ഷിയാസിനെ എന്നെ വെച്ചിട്ട് ഒരുപാട് അലിഗേഷൻസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ആൻസറാണ് ഞാൻ പറഞ്ഞത്. ലോകത്തുള്ള എല്ലാവരെയും കാമുകിയായിട്ട് കാണാൻ പറ്റത്തില്ല ഒരാൾക്ക്. ഒരു പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാണിനെ നശിപ്പിക്കാൻ പറ്റുന്നു. അതറിയാം, അത് ഓരോരുത്തർ കയറും. പെണ്ണ് ആണ് അങ്ങനെയൊന്നുമില്ല, മനുഷ്യരെ വിചാരിച്ചാൽ എങ്ങനെ വേണമെങ്കിൽ നശിക്കാം. ഇത്രയും പ്രായമുള്ള ഒരാളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് ഈ അലിഗേഷൻ പറഞ്ഞ ആൾക്ക് ഭയങ്കര പ്രായമുള്ള ഒരാളാണല്ലോ. അപ്പൊ ഇത്രയും ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അവിടെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു, നമ്മുടെ ഈ സമൂഹത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഇതുപോലെ മാത്രമുള്ള പ്രശ്നങ്ങൾ. കുറച്ച് അലിഗേഷനാണ് കൂടുതൽ ന്യൂസും കാര്യങ്ങളൊക്കെ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്, ഉണ്ടാവുന്നുണ്ട്. മെയിൽസ് ആണ് കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നത് ഇത്തരം കാര്യങ്ങൾ. അതിപ്പോ ഞാൻ നീ ഇപ്പൊ എന്ത് മറുപടി കൊടുക്കേണ്ടേ? നിങ്ങൾ പറ, നീ എന്ത് മറുപടി കൊടുക്കും? നീ എന്ത് മറുപടി കൊടുക്കും? ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളല്ല അതൊന്നും. എനിക്ക് അതുമായിട്ട് ഒരു ബന്ധമില്ല. എനിക്ക് അതുമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ന്യൂസ് വന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു, എന്താണ്? അതെ, ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കാൻ പോകാറില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അവിടെ അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു, ഇപ്പുറത്തെ വീട്ടിൽ അവരെന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ വീട്ടിൽ അവരൊക്കെ മിണ്ടാറുണ്ടോ, ഭാര്യയും ഭർത്താവും വഴക്കുണ്ടോ എന്ന് നോക്കാൻ പോകുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അല്ല, ലോകത്ത് നടക്കുന്ന അങ്ങനെയാണ്. ഒരു ഫാമിലി എന്ത് പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നം ഇനി അടുത്ത് എന്തായിരിക്കും? ഷിയാസും വൈഫും ഇനി ഡിവോഴ്സ് ആവുമോ? ഷിയാസിന്റെ വൈഫ് ഇനി വീട്ടിൽ പോയി കാണുമോ കുഞ്ഞിനെയും കൊണ്ട്? ഇങ്ങനെയൊക്കെയാണ് ഞാൻ കാണുന്നത്. ഈ ഷിയാസിക്കയുടെ പ്രശ്നം മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അങ്ങനെ തന്നെയാണ്. ആ ഒരു വ്യക്തി എക്സ്പോസ്ഡ് ആയി, അതിനുശേഷം പിന്നെ ഒരുപാട് പേര് പറഞ്ഞു ഇനി ഷിയാസ് സൂയിസൈഡ് ചെയ്ത് ചത്തുപോകുന്നു, അത്ര വലിയ പ്രശ്നമൊന്നൊക്കെ. അപ്പൊ അതുവരെ എത്തിയിട്ടുണ്ട്. എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാനില്ല, എനിക്ക് അതിനെ പറ്റി അറിയത്തില്ല. എൻ്റെ അടുത്ത് എന്നെ ഒരു അനിയത്തിയെ കുട്ടിയെ പോലെയാണ് എന്നെ കാണുന്നത്. ഒരു 7-8 വർഷമായിട്ട് എനിക്കറിയാം. എന്നെ സഹോദരിയെ പോലെയാണ് കാണുന്നത്. നിങ്ങൾ എന്നെ പ്രോഗ്രാം ഇതുപോലെ കാണുന്നില്ലേ, അതുപോലെയാണ് ഞാൻ ഷിയാസ്കയെ കാണുന്നത്. പ്രോഗ്രാം സ്റ്റാർ മാജിക് മുതൽ ഷിയാസ്കെ എനിക്കറിയാം. അവിടെ വരുമ്പോഴാണ് ഞാൻ ഷിയാസ്കെ കാണുന്നത്. അതുപോലെ ഏതെങ്കിലും ഇനാഗുറേഷനും പ്രോഗ്രാമിനും പോകുമ്പോഴാണ് ഞാൻ ഷിയാസ്കെ കാണുന്നത്. അല്ലാണ്ട് ഞാൻ ഈ വീട്ടിൽ പോയതിനു ശേഷം ഷിയാസ്കയുടെ വീട്ടിൽ പോകാനോ അല്ലെങ്കിൽ ഷിയാസ്കെ എൻ്റെ വീട്ടിൽ നമുക്ക് സമയമില്ല, വിളിക്കാൻ പോലും നമുക്ക് സമയമില്ല. എന്താ കേട്ടില്ല? ഞാനോ എന്തിനു മാറ്റി നിർത്തണം? പുള്ളിയുടേതായ തിരക്കുകൾ, ഞാൻ എൻ്റെതായ തിരക്കുകൾ. എന്തിനു മാറ്റി നിർത്തണം? അങ്ങനെ ആരും മാറ്റി നിർത്തത്തില്ല. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ സഹോദരിയായിട്ട് കാണാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കാൻ മറുപടി, അതെന്താ മറുപടി തരാതെ? അത് പറയേ. നിങ്ങളുടെ വൈഫിനെ നിങ്ങൾക്ക് സഹോദരിയായിട്ട് കാണാൻ പറ്റുമോ? പറ്റില്ല. പുള്ളിക്ക് എന്നെ സഹോദരിയായിട്ട് കാണാൻ പറ്റുള്ളൂ, വൈഫായിട്ട് കാണാൻ പറ്റില്ല, കാമുകിയായിട്ടും കാണാൻ പറ്റില്ല, അത്രേ ഉള്ളൂ.